ശരിക്കും പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്ട് പഠിക്കുമ്പോൾ അവിടെ മുതൽ ഡിപ്ലോമയ്ക്ക് നമ്മൾ പഠിച്ചു വരുന്ന സാധനമാണ് ഈ സ്ട്രെസ്സും സ്ട്രെയിൻ എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചധികം തെറ്റാനും സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ കുറേ അധികം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഹായ് ആൾ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. ഞാൻ നിയാസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വരാനിരിക്കുന്ന AMV എക്സാമിൻ്റെ സിലബസ് എങ്ങനെയാണെന്നും അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടുക. ആ സിലബസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന നമുക്ക് ഈ ഒരു ഏപ്രിൽ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന, അതേപോലെ തന്നെ ഈ വർഷം തന്നെ എക്സാം പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റാണ് AMV എന്ന് പറയുന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും അതിന് വേണ്ട നമുക്ക് എക്സാം എഴുതാൻ വേണ്ട അർഹതകളും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിതിൽ തൊട്ട് മുന്നത്തെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സിലബസിൻ്റെ കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യം തന്നെയാണ് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. സിലബസ് എന്താ എന്നുള്ളത് നമ്മളൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സിലബസിനെ മനസ്സിലാക്കണം. നമുക്കൊരു ടൈം പ്ലാൻ ഇടാൻ വേണ്ടിയിട്ടും ഒരു സ്റ്റഡി പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്റ്റഡി പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആ സിലബസ് എത്രത്തോളം വ്യാപ്തിയിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത്, എത്രത്തോളം ഡീപ്പായിട്ട് പോകണം, എവിടെയൊക്കെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ വരുന്നുണ്ട്, എവിടെയൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ് എടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളും എങ്ങനെയാണ് നമുക്ക് ഒരു സിലബസിനെ കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, തൊട്ട് മുന്നേ വീഡിയോ കണ്ട ആളുകൾക്ക് അറിയുന്നതായിരിക്കും. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്, നമുക്ക് 100 മാർക്കിൻ്റെ എക്സാമിൽ 3 പാർട്ടാക്കിയിട്ടാണ് AMVയുടെ സിലബസിനെ തരംതിരിച്ചിട്ടുള്ളത്. ഫസ്റ്റത്തെ പാർട്ട് എന്ന് പറയുന്നത് മെക്കാനിക്കലാണ്. ആ മെക്കാനിക്കലിന് നമുക്കൊരു 40 മാർക്കിനാണ് വരിക. ഇതിന് രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഓട്ടോമൊബൈലാണ്. ഓട്ടോമൊബൈലിന് അടുത്ത ഒരു 40 മാർക്കാണ് വരിക. അതോടൊപ്പം തന്നെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് വരുന്നുണ്ട്, ഒരു 20 മാർക്ക്. അപ്പം അങ്ങനെ 40, 40, 20 എന്നുള്ള രീതിയിൽ 100 മാർക്കിനെ 3 പാർട്ടാക്കി തരംതിരിച്ചിട്ടുണ്ട്. ഇതിൽ മാർക്കിൻ്റെ ഒരു ക്രൈറ്റീരിയ നോക്കിയിട്ട് വേണം നമ്മൾ നമ്മുടെ സമയത്തെയും ഇനി വരാനിരിക്കുന്ന ഒരു 6 മാസത്തെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ പാർട്ടും എങ്ങനെയാണ് വരുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും എന്നുള്ള കാര്യമാണ് നമ്മൾ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇനി തുടർന്നുള്ള ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോസുകളിൽ നമ്മളിതിൽ ഓരോ ഭാഗത്തിനെ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇതിന് മുന്നേ നടന്നിട്ടുള്ള എക്സാമുകളിലുള്ള AMVയുടെ എക്സാം ഉണ്ട്, അതോടൊപ്പം തന്നെ ഇതേ സിലബസിൽ വെച്ചിട്ട് നടന്നിട്ടുള്ള മറ്റ് എക്സാമുകളുണ്ട്. അപ്പോൾ ഈ എക്സാമുകളുടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഈ ഒരു ചാനലിലൂടെ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനലിൽ ഇങ്ങനെ ഒരു വീഡിയോ ഫസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുമായി തുടർച്ചയായുള്ള വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഇതിലേക്ക് പോവുകയാണ്, ക്വസ്റ്റ്യൻ നമ്മളെ ഈ ഒരു സിലബസിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മെക്കാനിക്കലിൻ്റെ പാർട്ടിൽ നമുക്ക് ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 മാർക്കാണ് മെക്കാനിക്കലിൻ്റെ പാർട്ടുള്ളത്. അപ്പോൾ ഡിപ്ലോമ മെക്കാനിക്കൽ ഓർ ഡിപ്ലോമ ഓട്ടോമൊബൈൽ ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് അല്ലേ. അപ്പോൾ ഡിപ്ലോമ മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ മെക്കാനിക്കലിൽ നമ്മൾ ഡിപ്ലോമക്ക് പഠിച്ചതുമായി ബന്ധപ്പെട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നില്ല, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ നമ്മളെ ഈ സിലബസിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ് അറിയാലോ, നമുക്ക് നമ്മൾ എന്തായാലും ഒരു 3rd സെമസ്റ്റർ 4th സെമസ്റ്ററിലൊക്കെ പഠിക്കുന്ന സാധനമാണ് ഫ്ലൂയിഡ് മെക്കാനിക്സും അതേപോലെ തന്നെ ഹൈഡ്രോളിക് മെഷീൻസ് എന്നൊക്കെ പറയുന്നത്. എഫ്എമ്മുമായി ബന്ധപ്പെട്ട് ഈ മെക്കാനിക്സിന്റെ ഭാഗങ്ങൾ, ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഭാഗങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലാക്കണം. അതിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടേംസുകളെ കുറിച്ച് അല്ലെ, അതുമായി ബന്ധപ്പെട്ടുള്ള ഇക്വേഷൻസിനെ കുറിച്ച് ഓരോന്നും തമ്മിൽ നമുക്കറിയാം. ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ടായിരിക്കും. ഒരു ഉദാഹരണം എന്ന് പറയുന്നത് നോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ നോച്ചിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോച്ച് ഉണ്ടാവും. അപ്പോൾ ആ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോച്ചിനും നമ്മൾ ഡിസ്ചാർജ് കണ്ടെത്താൻ ഇക്വേഷൻ മാറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ആ മാറ്റങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആ നോച്ചുകൾ മാറുന്നത് കൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പറഞ്ഞിട്ടുള്ള ഭാഗത്ത് വരുന്നത്. അതോടൊപ്പം തന്നെ ഹൈഡ്രോളിക് മെഷീൻസ്, ഇതാണ് നമുക്ക് ഫസ്റ്റത്തെ 10 മാർക്കിൽ വരുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ചധികം സെന്റൻസ് വൈസ് ക്വസ്റ്റ്യൻസ് അല്ലേ, അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പ്രതീക്ഷിക്കാൻ പറ്റും അവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന്. രണ്ടാമത്തെ പറഞ്ഞാൽ തെർമൽ എഞ്ചിനീയറിംഗ് ആണ്. തെർമൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കലിന്റെ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്ത് പറയുന്നത്, തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അല്ലേ. 10 മാർക്ക് തന്നെയാണ് തെർമൽ എഞ്ചിനീയറിംഗും വരുന്നത്. അതിൽ തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതോടൊപ്പം തന്നെ നമ്മുടെ IC എഞ്ചിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള തെർമലിന്റെ ഭാഗങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു പാർട്ടിലാണ്. രണ്ടാമത്തെ ഈ ഒരു തെർമൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഭാഗത്താണ് നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും വരിക. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓരോ സെക്ഷൻ ആയിട്ട് തന്നെ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, അതേപോലെ തന്നെ അടുത്ത തെർമലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ തന്നെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് അടുത്തത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആണ്. സ്ട്രെസ്സും സ്ട്രെയിനും മുതൽ തുടങ്ങുന്നു അല്ലേ.
നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്ട് പഠിക്കുമ്പോൾ അവിടെ മുതൽ ഡിപ്ലോമയ്ക്ക് നമ്മൾ പഠിച്ചു വരുന്ന സാധനമാണ് ഈ സ്ട്രെസ്സും സ്ട്രെയിൻ എന്ന് പറയുന്നത്. പിന്നെ ഓട്ടോമൊബൈൽ ഉള്ള ആളുകളും ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. മെറ്റീരിയൽ സയൻസ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, അപ്ലൈഡ് മെക്കാനിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ആ ഭാഗങ്ങളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഈ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്നുള്ള വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഇതിന് ബേസിക് ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഓട്ടോമൊബൈൽ ഓർ മെക്കാനിക്കൽ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ബിടെക് പഠിച്ച ആളുകളാണെന്നുണ്ടെങ്കിലും സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് കറക്റ്റ് ആയിട്ട് തന്നെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് പോയിട്ടുണ്ടായിരിക്കും. അതിന്റെ പ്രോബ്ലംസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും. SFDയും VMDയും ചെയ്യാൻ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. വരക്കാനും ഡയഗ്രാം കാര്യങ്ങളും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഡയഗ്രാം വരക്കലല്ല, ആ ഡയഗ്രത്തിൽ ഏറ്റവും കൂടുതൽ ലോഡ് എടുക്കുന്നത് എവിടെ അല്ലെങ്കിൽ എവിടെ ആയിരിക്കും എന്നുള്ള രീതിയിലൊക്കെ അതിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടായിരിക്കുക. അപ്പൊ അതാണ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് മെഷീൻ എലമെന്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് ബോയിലേഴ്സ്. അപ്പോൾ ബാക്കി നമ്മുടെ മെക്കാനിക്കലിലെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങളെല്ലാം കൂടിയും ഉൾപ്പെടുത്തിയിട്ട് ഒന്നിച്ച് ഒരൊറ്റ മൊഡ്യൂളാക്കിയിട്ട് എന്ത് ചെയ്താണ് കൊടുത്തിക്കാണ് 10 മാർക്കിന് എന്ന് പറയുന്നത്. മെഷീൻ എലമെന്റ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ മെറ്റീരിയൽസ് ഉണ്ട്, അതോടൊപ്പം തന്നെ ബോയിലേഴ്സ് ഉണ്ട്. ബോയിലേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കറിയാം. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബോയിലേഴ്സ് പഠിക്കുന്നുണ്ട്. ബോയിലേഴ്സിൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആണ് മെയിൻ ആയിട്ട് വരുന്നത് അല്ലേ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ തന്നെ വരും. മെറ്റീരിയൽസ് കുറിച്ചിട്ട് വരും, മെഷീൻ എലമെന്റ്സിനെ കുറിച്ചിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്പ്രിങ്, അങ്ങനെയുള്ള കുറെ അധികം കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇത് അത്യാവശ്യം കുറച്ചൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. മറ്റുള്ളതൊക്കെ എന്ന് പറഞ്ഞാൽ വൈഡ് അല്ല എന്നല്ല, നമ്മൾ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയും ഉൾപ്പെട്ട കാര്യമായതുകൊണ്ട് നമുക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കാര്യങ്ങൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള PDF സിലബസിന്റെ PDF നമ്മളുടെ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. KMVന്റെ ഒരു സ്റ്റഡി ഗ്രൂപ്പ് അവൈലബിൾ ആണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഓൾറെഡി വീഡിയോക്ക് താഴെ എന്ത് ചെയ്യാം, കമന്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ജസ്റ്റ് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സിലബസ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള സിലബസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ നെക്സ്റ്റ് നമുക്ക് അടുത്തതെന്ന് പറയുമ്പോൾ 40 മാർക്ക് മെക്കാനിക്കൽ കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് അടുത്ത ഒരു 40 മാർക്ക് ഓട്ടോമൊബൈലിന്റെ ഭാഗമാണ് അല്ലേ. അപ്പോൾ ഓട്ടോമൊബൈലിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ഓട്ടോമൊബൈൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് എന്ത് ചെയ്യുകയാണ് 40 മാർക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഫസ്റ്റത്തെ മൊഡ്യൂൾ പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഓഫ് എഞ്ചിൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റംസ് ആണ്. അപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെ സിലബസ് ഇങ്ങനെ വൈഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഭാഗം പഠിക്കാനുള്ള ഒരു ഏരിയ പറഞ്ഞാൽ ഇതാണ്, കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ് ഓഫ് എഞ്ചിൻ ആൻഡ് റിലേറ്റഡ് സിസ്റ്റംസ്. അപ്പോൾ നമ്മളെ എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സ്, എഞ്ചിന്റെ പാർട്സ്, എഞ്ചിന്റെ ഓരോ പാർട്സും എന്ത് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നു, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതിന്റെ വർക്കിംഗ്, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിലെ കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ എന്തിലാണ് വരുന്നത്, ഈ കൺസ്ട്രക്ഷൻ ഫീച്ചേഴ്സിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ എഞ്ചിനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റംസ്, എഞ്ചിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കൂളിംഗ് സിസ്റ്റം ഉണ്ട്, ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉണ്ട്, ഫ്യൂൽ സിസ്റ്റം ഉണ്ട് അല്ലെ, ഇഗ്നീഷൻ സിസ്റ്റം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എഞ്ചിനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റംസ് ആണ്. ഈ സിസ്റ്റംസും എല്ലാം എന്തിൽ വരുന്നത്, ഇതിൽ. ഇതൊരു വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. ടോട്ടൽ 10 മാർക്കിലാണ് ക്വസ്റ്റ്യൻ വരിക. നമുക്ക് അത്യാവശ്യം നല്ലോണം പഠിക്കണം, പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ ചോദിക്കുന്നുണ്ടായിരിക്കുക. രണ്ടാമത്തെ എന്ന് പറയുന്നത്, രണ്ടാമത്തെ ഒരു 10 മാർക്കിന്റെ സെറ്റാണ് ചേസിസ് എന്ന് പറയുന്നത്. ജസ്റ്റ് ചേസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ വരുത്തും ചെറിയൊരു ഭാഗമുള്ളൂ എന്ന് വിചാരിക്കും. ചേസിസ് പറയുമ്പോൾ അത്യാവശ്യമുണ്ട് അല്ലെ. ഇതിൽ ചേസിസ് മാത്രം കൊടുത്താൽ പോരാ, ശരിക്കും ഇവിടെ എന്താ കൊടുക്കണം, ചേസിസ്, സസ്പെൻഷൻ സിസ്റ്റം, ബ്രേക്ക് സിസ്റ്റം അല്ലെ, ഈ കാര്യങ്ങളെല്ലാം തന്നെ ചേസിസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. വീൽ അലൈൻമെന്റും കാര്യങ്ങളും എല്ലാം തന്നെ ചേസുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പൊ ഈ ചേസുമായി ബന്ധപ്പെട്ട് വരുന്നതിന് ഏകദേശം അടുത്ത ഒരു 10 മാർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്കിത് ഓരോന്നും 10 മാർക്ക് ആയതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റഡി പ്ലാൻ ഇടുന്ന സമയത്തും ടൈം ഇടുന്ന സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആക്കിയിട്ട് നമുക്ക് ടൈമിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാരണം മാർക്കിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം പഠിക്കുമ്പോൾ കുറച്ചധികം കൂടുതൽ പഠിക്കാനുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, 10 മാർക്കിനെ വരുന്നുള്ളൂ എന്നുകൊണ്ട് സമയം കൂടുതൽ കളയാതെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗവും പഠിക്കുക. നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ സിസ്റ്റം ആൻഡ് ഇലക്ട്രിക്കൽ സിസ്റ്റം. നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്മിഷൻ സിസ്റ്റം എന്തെല്ലാം വരുന്നുണ്ട്, ക്ലച്ച്, ഗിയർ ബോക്സ് അല്ലെ, പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, യൂണിവേഴ്സൽ ജോയിന്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഡിഫറൻഷ്യൽ വരുന്നുണ്ട്, ആക്സിൽസ് വരുന്നുണ്ട്, ആ കാര്യങ്ങൾ. ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ബാറ്ററി മുതൽ തുടങ്ങണം. ബാറ്ററി, ഇഗ്നീഷൻ സിസ്റ്റം, സ്റ്റാർട്ടിംഗ് സിസ്റ്റം അല്ലെ, പിന്നെ കുറച്ച് സർക്യൂട്ടുകളും ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് സർക്യൂട്ടുകളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു അടുത്ത സെക്ഷനിൽ നമ്മൾ 10 മാർക്കിന്, ഇതും വീണ്ടും ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് 10 മാർക്കാണ്. ഈ 10 മാർക്ക് നമുക്ക് വീണ്ടും വരുന്നുണ്ട്. നെക്സ്റ്റ് അടുത്തെന്ന് പറയുന്നത് ലാസ്റ്റ് ഓട്ടോമൊബൈൽ പാർട്ടിലെ ലാസ്റ്റ് വണ്ണെന്നാണ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ്, മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽസ്. ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് നമ്മളെ ഓട്ടോമൊബൈൽ കോഴ്സ് പഠിക്കുന്ന സമയത്ത്, ഡിപ്ലോമ ഓട്ടോമൊബൈൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ബേസിക് ആയിട്ടുള്ള മോട്ടോർ വെഹിക്കിൾ ആക്ട്, അതേപോലെ തന്നെ റോഡ് സയൻസ്, റോഡ് ജോമെട്രി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്തിനാണ് വരുന്നത്, ഈ ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റിലാണ് വരുന്നത്. അതോടൊപ്പം തന്നെ മോഡേൺ ടെക്നോളജീസ് ഇൻ ഓട്ടോമൊബൈൽസിൽ ഉപയോഗിക്കുന്ന മോഡേൺ ആയിട്ടുള്ള ടെക്നോളജീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും ഇതിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇതും നെക്സ്റ്റ് അടുത്ത സെറ്റ് എന്ന് പറയുന്നതും ഇവിടെ നമുക്ക് ഒരു 10 മാർക്കിനാണ് നമുക്ക് എന്ത് വരുന്നത്, ക്വസ്റ്റ്യൻസ് വരുന്നത്.
സോ മെക്കാനിക്കലിന് നമ്മൾ പറഞ്ഞിരുന്നു, തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു 10 മാർക്ക്, അതേപോലെ 40 മാർക്ക്. ഓട്ടോമൊബൈലിനും അതേപോലെ തന്നെ 4x10 എന്നുള്ള രീതിയിൽ 40 മാർക്ക്. അപ്പൊ 40 80 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്തത് ടോട്ടൽ ആയത് അല്ലെ. മെക്കാനിക്കൽ 40, അതോടൊപ്പം തന്നെ ഓട്ടോമൊബൈൽ 40. അപ്പൊ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള നമ്മളെ എന്തിനെ ബേസ് ചെയ്തുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് എന്ന് പറയുന്നത് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. അപ്പോൾ ഓട്ടോമൊബൈലും മെക്കാനിക്കലും ഇത് രണ്ടും കഴിഞ്ഞ ആളുകൾക്കാണ് ഈ എക്സാം എഴുതാൻ പറ്റുക. പിന്നെ സിലബസിൽ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയലുണ്ട് തത്തുല്യമായിട്ടുള്ള യോഗ്യത ഉള്ളവർക്ക് എഴുതാം എന്ന് പറയാറുണ്ട്. ടൂളാണ്ടായി എഴുതുന്ന ആളുകൾ, ചില ബി വോക്ക് ചെയ്ത ആളുകളൊക്കെ എഴുതാറുണ്ട്. പക്ഷേ ബേസിക് ആയിട്ട് ഈ ഒരു ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടായതുകൊണ്ട് സിലബസും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കും. ഇനി എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ മേ ബി കൂടിച്ചേരാം, കാരണം പുതിയ ടെക്നോളജികളൊക്കെ വാഹനങ്ങളിൽ വരികയാണ്. പുതിയ കാര്യങ്ങളൊക്കെ മെക്കാനിക്കലിൽ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടാത്ത കാര്യങ്ങളും അതിലുണ്ട്. മെക്കാനിക്കലിൽ ഉൾപ്പെടാത്ത കാര്യങ്ങളുണ്ട്, ആ സിലബസിൽ ഉൾപ്പെടാത്ത കുറച്ച് മെക്കാനിക്കലിന്റെ നമ്മൾ തന്നെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മേ ബി അതിലോട്ട് വരാം. അപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം, എങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇപ്പൊ 40 80 ആയി. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് 20 മാർക്കാണ്. ഈ 20 മാർക്കിന്റെ ഭാഗം എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. 20 മാർക്ക് എന്ന് പറയുന്നത് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ്. ശരിക്കും നമ്മളൊരു ജോബിന് കയറുന്ന സമയത്ത് ഈ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ഉള്ള ഒരു സിലബസ് ആണ് നമ്മൾ PSCക്ക് പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എക്സാം എഴുതി കയറുന്നുണ്ടെങ്കിൽ ആ ജോലിയോട് കുറച്ചുകൂടി നമുക്ക് ആത്മാർത്ഥത കാണിക്കാൻ കഴിയും എന്നുള്ളത് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ആ ജോലിക്ക് കയറിയിട്ടല്ല ആ ജോലിയുടെ സ്വഭാവവും അല്ലെങ്കിൽ ആ തസ്തികമായി ബന്ധപ്പെട്ടില്ല നമ്മൾ ഇരിക്കുന്ന പോസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മൾ ആ ജോലിക്ക് കയറുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാണ്, അത് പഠിച്ചിട്ടാണ് കയറുന്നത്. ബേസിക് ആയ കാര്യങ്ങൾ ഫുള്ളായിട്ട് പഠിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പറയാനില്ല. പിന്നെ ബാക്കി നമ്മളുടെ ജോലി നടക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പീരിയൻസും കാര്യങ്ങളെന്നൊക്കെയാണ് നമ്മൾ കുറേ അറിവുകൾ ഏൺ ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ ഇതിൽ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞ് 20 മാർക്കിന് പറയുന്നത് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ആക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ നിന്നും കേരള മോട്ടോർ വെഹിക്കിൾ റൂൾസിൽ നിന്നും അതേപോലെ മോട്ടോർ വെഹിക്കിൾ ആക്ട്, അതേപോലെ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ്, കേരള ടാക്സാക്ഷൻ ആക്ട്, ഈ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ എല്ലാം ഉൾപ്പെട്ടിട്ടാണ് ഒരു 20 മാർക്ക് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും കുറച്ച് അധികം കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഈ 20 മാർക്ക് എന്ന് പറയുന്നത്. 20 മാർക്ക് ഒരിക്കലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ കഴിയൂല, കാരണം ഇത് അത്യാവശ്യം വേണ്ട സാധനമാണ്. നമ്മൾ ജോലി കിട്ടിക്കഴിഞ്ഞാലും, നമ്മൾ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് ജോലി കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് ആവശ്യമുള്ള സാധനമാണ്. റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് എന്ത് വരുന്നത്, ഈ ഒരു ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ടോപ്പിക് ബേസ്ഡ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാ ഭാഗത്ത് നിന്ന് 10 മാർക്ക് ഉണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു 5 മാർക്കിന് ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് 2017 എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഏകദേശം 40 റൂളുകൾ ഉൾപ്പെടുന്ന ഒരു റെഗുലേഷനാണ് എന്ത് പറയുന്നത്, ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് ആണ്. നമ്മൾ റോഡിലൂടെ വാഹനം ഓടിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതും നമ്മൾ അബദ്ധവശാൽ ചെയ്തു പോകുന്ന ചില തെറ്റുകളും, അതേപോലെ തന്നെ റോഡിൽ നമ്മൾ കാണുന്നതും അല്ലെ, സൈൻ ബോർഡ്സ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെട്ടതാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും അതിൽ 40 റൂളുകളാണ് ഉണ്ടായിരിക്കുക. അതായത് 3ാമത്തെ റൂള് മുതൽ 40ാമത്തെ റൂള് വരെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അതിൽ 1ാമത്തെ ആക്ടിനെ കുറിച്ച് പറയുന്നത് 2ാമത്തെ ഡെഫിനിഷൻസ് ആണ്. രണ്ടും പഠിക്കണം. 2ാമത്തെ ഡെഫിനിഷൻസിൽ കുറേ അധികം കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാണ്ട് ഈ റെഗുലേഷൻസിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ സബ് റൂളുകൾ ഉണ്ടാവും, സബ് ടോപ്പിക്കുകൾ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം നല്ലോണം പഠിക്കാനുള്ള 5 മാർക്കാണ് വരുന്നത്. പക്ഷെ ഇത് പഠിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ കാണാതെ പഠിക്കലല്ല, ജസ്റ്റ് നമ്മൾ മനസ്സിരുത്തി ഒരു തവണ വായിച്ചു കഴിഞ്ഞാൽ നമുക്കത് കിട്ടുന്ന ഒരു കാര്യം തന്നെയായിരിക്കും ഈ മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻസ് എന്ന് പറയുന്ന ഭാഗം. നമ്മൾ മനസ്സിലാക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കി വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് റിവൈൻഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. കാരണം നമ്മൾ സ്ഥിരമായിട്ട് വാഹനം ഓടിക്കുന്ന ആളുകളായതുകൊണ്ട് നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ ഉള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ 2 അറിഞ്ഞാണ്ട് കൊടുത്തിട്ടുണ്ട്. ചാപ്റ്റർ 2 മോട്ടോർ വെഹിക്കിൾ ആക്ട്, ലൈസൻസിങ് ഓഫ് ഡ്രൈവേഴ്സ് ഓഫ് മോട്ടോർ വെഹിക്കിൾസ്. മോട്ടോർ വെഹിക്കിൾസിന്റെ ലൈസൻസ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ലൈസൻസിന്റെ വാലിഡിറ്റി, ലൈസൻസ് പുതുക്കൽ, ലേണേഴ്സ് ലൈസൻസ് എടുക്കൽ, അതേപോലെ അതിനെന്തൊക്കെയാണ് അതിന്റെ രൂപം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ലൈസൻസിന് അയോഗ്യത കൽപ്പിക്കൽ, കോടതി അയോഗ്യത കൽപ്പിക്കൽ, ലൈസൻസിങ് അതോറിറ്റി അയോഗ്യത കൽപ്പിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 ഉൾപ്പെടുന്നത്. സോ ഇതിൽ നിന്ന് 5 മാർക്കിന്, അങ്ങനെ 5 10 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഫസ്റ്റത്തെ ഒരു ഡ്രൈവ് ലൈസൻസിൽ ബേസ് ചെയ്തിട്ടുള്ള ഭാഗം എന്ന് പറഞ്ഞിട്ട് നമുക്കുള്ളത്. പിന്നെ നമുക്ക് അടുത്ത് വരുന്ന 10 മാർക്ക് എന്ന് പറയുന്നത് മോട്ടോർ വെഹിക്കിൾ ആക്ട് 1988 കുറച്ച് സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെക്ഷൻസ് ഓരോന്നായിട്ട് പറഞ്ഞിട്ടില്ല, കുറച്ച് സെക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ആ സെക്ഷൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് 7 മാർക്ക് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചധികം തെറ്റാനും സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ കുറേ അധികം ചാപ്റ്റേഴ്സ് ഉണ്ട്.
ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ ചാപ്റ്റർ 8ഉം അതേപോലെ തന്നെ ചാപ്റ്റർ 13ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നിയമങ്ങളാണ്. ഓരോന്നിനും സബ്സെക്ഷൻസ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോന്നിനും ഫൈനിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് സമയം എടുത്ത് തന്നെ പഠിക്കണം. ഒരു ലാസ്റ്റത്തെ ഒരു 10 ദിവസം കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ പഠിക്കാമെന്ന് നമ്മൾ വിചാരിക്കരുത്. കാരണം നമുക്ക് അപ്പോൾ പഠിയും, പക്ഷെ നമ്മളത് കഴിഞ്ഞ് എക്സാം എഴുതുമ്പോഴേക്കും അത് എന്തുണ്ടാവും, മറന്നു പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ എമൗണ്ടും കാര്യങ്ങളൊക്കെ മാറാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. ദെൻ അതേപോലെ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് കേരള മോട്ടോർ വെഹിക്കിൾ ടാക്സ് ആക്ഷൻ ആക്ട്. നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ വരുന്ന ടാക്സ് ആക്ഷൻ ആക്ട് 1976 ആണ് 3 മാർക്കിന് നമുക്ക് വരുന്നത്. അപ്പോൾ ഈ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ റാങ്കിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഈ ഒരു 20 മാർക്ക് തന്നെയായിരിക്കും. കാരണം നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചെടുത്തിട്ട് മെക്കാനിക്കലും ഓട്ടോമൊബൈലും ഭാഗമുണ്ട്, മെക്കാനിക്കൽ ഭാഗമുണ്ട്, ഓട്ടോമൊബൈൽ ഭാഗമുണ്ട്, അതോടൊപ്പം തന്നെ ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ പഠിച്ചെടുത്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യണം, ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്. സോ ഇതാണ് ജസ്റ്റ് ഒരു സിലബസ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ സിലബസിനെ ബേസ് ചെയ്തിട്ടും നമ്മളിനി ഓരോ സെക്ഷൻസ് ആയിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ AMVAയുടെ പുതിയ ബാച്ച് നമ്മളുടെ CCയിൽ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇനി അടുത്ത സെക്ഷൻസ് എന്ന് പറയുന്നത് നമ്മളെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ ഇതേപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.